കേരളത്തിൽ കാലാവസ്ഥ ഇപ്പോൾ അത്തരമൊരു അപകടകരമായ വഴിത്തിരിവെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ആളുകളുടെ ആശങ്ക പല മടങ്ങ് വർദ്ധിപ്പിച്ചു. ആകാശത്ത് തുടർച്ചയായി ഉരുണ്ടുകൂടുന്ന കറുത്ത മേഘങ്ങൾ, കടലിൽ നിന്നുയരുന്ന ശക്തമായ ഈർപ്പം, ചക്രവാത ചുഴിയുടെ പ്രഭാവം എന്നിവ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം വ്യക്തമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പല ജില്ലകളിലും പെട്ടെന്നുള്ള ശക്തമായ മഴയുടെയും ഇടിമിന്നലിന്റെയും ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾക്കായി യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകി. ചിലയിടങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ കനത്ത മഴ പെയ്യാമെന്ന്. നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന കുറച്ചു മണിക്കൂറുകൾ ഒട്ടും സാധാരണമായിരിക്കില്ല. കാരണം കാലാവസ്ഥ ഇപ്പോൾ പതുക്കെ അതിന്റെ രൗദ്രരൂപം കാണിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. തെക്കുകിഴക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴി മുഴുവൻ കാലാവസ്ഥാ സംവിധാനത്തെയും അതീവ സജീവമാക്കിയിരിക്കുന്നു. ഇതാണ് കേരളത്തിലും മാഹിയിലും തുടർച്ചയായ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയുടെ പരമ്പര ശക്തമാകാൻ കാരണം. അടുത്ത കുറച്ചു ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റോടുകൂടിയ മഴ തുടരാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്തിയേക്കാം. ഇത് തീരദേശ മേഖലകളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കും. ലക്ഷദ്വീപ് മേഖലയിലും പരിസരത്തെ സമുദ്രഭാഗങ്ങളിലും കാലാവസ്ഥ അതീവ മോശമായി തുടരുന്നു. കടലിലെ ആഞ്ഞടിക്കുന്ന തിരമാലകളും ആകാശത്തുനിന്ന് വീഴുന്ന മിന്നലും ഇത്തവണത്തെ കാലവർഷത്തിന്റെ വരവ് സാധാരണമല്ലെന്നും മറിച്ച് അതീവ സ്ഫോടനാത്മകമായിരിക്കുമെന്ന് സൂചന നൽകുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും രാവിലെ മുതൽ മേഘങ്ങളുടെ ആധിപത്യം കാണാൻ കഴിഞ്ഞു. പലയിടങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയും പെട്ടെന്നുണ്ടായ ഇടിമിന്നലോടുകൂടിയ മഴ ആളുകളെ അമ്പരപ്പിക്കുകയും ചെയ്തു. താപനില ഏകദേശം 29 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. എന്നാൽ തുടർച്ചയായി വർദ്ധിക്കുന്ന ഈർപ്പം കാരണം ഉഷ്ണം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും പോലുള്ള സാഹചര്യമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു. നദികൾക്കും തോടുകൾക്കും സമീപം പോകാൻ ഒഴിവാക്കാൻ ഭരണകൂടം ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും പങ്കിട്ടിട്ടില്ലെങ്കിൽ ഉടൻ പങ്കിടുക. കാരണം ഒരു ചെറിയ വിവരം ഒരാളുടെ വലിയ സുരക്ഷയായി മാറിയേക്കാം. ഇടുക്കി, എറണാകുളം ജില്ലകളിലും അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയുടെ പ്രഭാവം വർദ്ധിച്ചേക്കാം. പലയിടങ്ങളിലും മിന്നലേൽക്കുന്ന സംഭവങ്ങളും മുന്നിൽ വന്നേക്കാം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇപ്പോൾ അതിവേഗം മുന്നേറുകയാണ്. ഇതിനായി സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായി കഴിഞ്ഞു. അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും തുടർച്ചയായി എത്തുന്ന ഈർപ്പം മേഘങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു. ഇതാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പകൽ സമയത്തും ഇരുണ്ടു നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകാൻ കാരണം. ആകാശം തുടർച്ചയായി ഇടിമുഴങ്ങുകയും കാറ്റലറുകയും റോഡുകളിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും ചെയ്യുമ്പോൾ സാഹചര്യം എത്ര ഭയാനകമായിരിക്കുമെന്ന് ചിന്തിക്കുക. അടുത്ത കുറച്ചു ദിവസത്തേക്ക് കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയുടെ പ്രവർത്തനങ്ങൾ തുടരാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും മത്സ്യബന്ധനക്കാരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ മോശമാകുന്നതിനാൽ കടലിൽ ഉയർന്ന തിരമാലകളുണ്ടാകുകയും ശക്തമായ കാറ്റ് ബോട്ടുകൾക്ക് ഭീഷണിയാവുകയും ചെയ്യും. മോശം കാലാവസ്ഥയിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും മിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഭരണകൂടം നിരന്തരം ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ഓരോ ജില്ലയിലെയും ഏറ്റവും വേഗതയുള്ളതും വിശ്വസനീയമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും അപകടകരമായ മഴ പെയ്യാൻ പോകുന്നതെന്നതിനെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടായേക്കാം. കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥാ ഭീഷണി കൂടുതൽ ആഴത്തിലാകുന്നതായി കാണപ്പെടുന്നു. തുടർച്ചയായി സജീവമാകുന്ന കാലവർഷ സംവിധാനം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളെയും ഹൈ അലേർട്ടിലാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കനത്ത മഴയുടെ ഭീഷണി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമിടയിൽ ആളുകളുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും മേഘങ്ങൾ അതിവേഗം ഉരുണ്ടുകൂടുന്നത് കാരണം പകൽ സമയത്തും ഇരുണ്ടു നിറഞ്ഞ അന്തരീക്ഷം എവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വെറുമൊരു സാധാരണ മഴയല്ല, മറിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മുഴുവൻ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന കാലാവസ്ഥയാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ പ്രഭാവം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം അതിവേഗം മുന്നേറുകയാണ്. ഇതിന്റെ ഫലമായി
കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ അടുത്ത കുറച്ചു ദിവസത്തേക്ക് തുടർച്ചയായ മഴ ലഭിച്ചേക്കാം. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്തിയേക്കാം. പലയിടങ്ങളിലും ശക്തമായ കാറ്റ് മരങ്ങൾക്കും വിദ്യുത് ലൈനുകൾക്കും നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. തീരദേശ മേഖലകളിൽ കടൽ അതീവ പ്രക്ഷുബ്ധമായിരിക്കുന്നു. ഉയർന്ന തിരമാലകളും ശക്തമായ കാറ്റും മത്സ്യബന്ധനക്കാർക്ക് വലിയ ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുവരെ സുരക്ഷിതരായിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ലെങ്കിൽ വൈകരുത്. കാരണം കാലാവസ്ഥയുടെ അടുത്ത ആക്രമണം കൂടുതൽ അപകടകരമാണെന്ന് തെളിഞ്ഞേക്കാം. തിരുവനന്തപുരത്തും എറണാകുളത്തും തുടർച്ചയായി വർദ്ധിച്ചുവരുന്ന ഈർപ്പവും ഇടിമിന്നലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. പലയിടങ്ങളിലും പെട്ടെന്ന് ശക്തമായ മഴ ആരംഭിക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ റോഡുകൾ വെള്ളത്താൽ നിറയുന്നതായി കാണപ്പെടുന്നു. ആലപ്പുഴ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. സെൻസിറ്റീവ് മേഖലകളിൽ പെട്ടെന്നുണ്ടായേക്കാവുന്ന പ്രളയസാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നദികൾക്കും തോടുകൾക്കും സമീപം പോകുന്നത് ഒഴിവാക്കാൻ ഭരണകൂടം ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സങ്കൽപ്പിക്കുക, തുടർച്ചയായ മഴയ്ക്കിടയിൽ ഇടിമുഴങ്ങുകയും ചുറ്റും വെള്ളം മാത്രം കാണപ്പെടുകയും ചെയ്യുമ്പോൾ സാഹചര്യം എത്ര ഭയാനകമായിരിക്കും. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മലയോള മേഖലകളിലും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം തുടരുന്നുണ്ട്. തുടർച്ചയായ മഴ കാരണം ഉരുൾപൊടി സാധ്യത വർദ്ധിച്ചേക്കാം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നിരന്തരം നിരീക്ഷിക്കണമെന്നും ഭരണകൂടം ആളുകളോട് അഭ്യർത്ഥിച്ചു. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും എത്തുന്ന കനത്ത ഈർപ്പം മേഘങ്ങൾക്ക് തുടർച്ചയായി ഊർജ്ജം നൽകുന്നുണ്ടെന്നും അതുകൊണ്ടാണ് മഴയുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാത്തതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. പലയിടങ്ങളിലും മിന്നലേൽക്കാനുള്ള സാധ്യതയും വർദ്ധിച്ചേക്കാം. കാലാവസ്ഥയുടെ ഓരോ പ്രധാന അപ്ഡേറ്റും നിങ്ങളിലേക്ക് ആദ്യം എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും അപകടകരമായ മഴ പെയ്യാൻ പോകുന്നതെന്നതിനെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടായേക്കാം.